എല്ലാ കൊച്ചു കൂട്ടുകാർക്കും IT.com-ലേക്ക് സ്വാഗതം. കൂട്ടുകാരൊക്കെ കമ്പ്യൂട്ടർ കണ്ടിട്ടുണ്ടോ? നമ്മുടെ സ്കൂളുകളിലും വലിയ വലിയ ഷോപ്പിലൊക്കെ കമ്പ്യൂട്ടർ ഇരിക്കുന്ന കണ്ടിട്ടില്ലേ? ഈ കമ്പ്യൂട്ടർ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ഈ കമ്പ്യൂട്ടറിൻ്റെ അനന്ത സാധ്യതകൾ എന്തൊക്കെയാണ് എന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു പ്രോഗ്രാമാണ് IT.com. നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് ഇലക്ട്രോണിക് ഉപകരണങ്ങളില്ലേ? ഫാന്, മിക്സി, ഫ്രിഡ്ജ്, TV ഒക്കെ എങ്ങനെ ഇതൊക്കെ പ്രവർത്തിക്കുക? കറണ്ട് കൊണ്ടാണല്ലേ? ഇതുപോലെ കറണ്ട് കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ് നമ്മുടെ ഈ കമ്പ്യൂട്ടർ. ഇവൻ ആളൊരു കേമനാകട്ടോ. എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ കമ്പ്യൂട്ടർ നന്നായിട്ട് അറിയാമോ? കുറച്ച് പേർക്കൊക്കെ അറിയാം, പക്ഷെ ചിലർക്കൊക്കെ ഈ കമ്പ്യൂട്ടറിനെ പറ്റി ഒന്നും അറിയാൻ മേലാത്തവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഈ കമ്പ്യൂട്ടറിൻ്റെ ഭാഗങ്ങൾ ഞാനൊന്ന് പരിചയപ്പെടുത്താം. അതിനു മുമ്പ് ഒരു ചോദ്യം ചോദിക്കട്ടെ, എന്തിനാണ് ഈ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത്? ഈ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ സാധിക്കുന്നതെന്ന് അറിയാമോ? ഈ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ചിത്രങ്ങൾ വരയ്ക്കാം, നന്നായിട്ട് പെയിൻറ് ചെയ്യാം, അതുപോലെ നിങ്ങളുടെ ബന്ധുക്കൾക്കും കൂട്ടുകാർക്കും ഒക്കെ കത്തെഴുതാം, ആശംസാ കാർഡുകൾ അയക്കാം, പിന്നെ പാട്ട് കേൾക്കാം, വീഡിയോ കാണാം, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞു തരാം. ഇപ്പം നമുക്ക് എന്തൊക്കെയാണ് കമ്പ്യൂട്ടറിൻ്റെ പാർട്സ് എന്ന് പരിചയപ്പെടാം. ആദ്യമായിട്ട് മോണിറ്റർ. നോക്കൂ, ഇതാണ് മോണിറ്റർ. ഈ മോണിറ്റർ കണ്ടാൽ എന്തുപോലെ ഇരിക്കുക? TV പോലാണല്ലേ? ഇതൊരു കൊച്ചു TV ആണ്, നമ്മുടെ സ്വന്തം കൊച്ചു TV. ഈ മോണിറ്റർ ഉണ്ടല്ലോ, കമ്പ്യൂട്ടറിൻ്റെ മുഖമാണ്. നമ്മുടെ മനസ്സിൽ സന്തോഷം വന്നാലും സങ്കടം വന്നാലും എവിടെയാ അത് കാണാൻ സാധിക്കുക? നമ്മുടെ മുഖത്തല്ലേ? സങ്കടം വന്നാൽ കരച്ചിൽ വരും, സന്തോഷം വന്നാൽ ചിരി വരും, ദേഷ്യം വന്നാൽ ഒക്കെ നിങ്ങളുടെ മുഖത്ത് കാണാറില്ലേ? അതുപോലെ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ എന്തൊക്കെ നടന്നാലും അതൊക്കെ നമുക്ക് കാണിച്ചു തരിക കമ്പ്യൂട്ടറിൻ്റെ മുഖമായ ഈ മോണിറ്ററാണ്. അടുത്തത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കീബോർഡ്. ഇതാണ് കീബോർഡ്. നിറയെ കീകളാണിത്. ഇതിൽ ABCD ഉണ്ട്, 1 2 3 ഉണ്ട്, പിന്നെ വേറെ കുറേയേറെ ചിഹ്നങ്ങളുണ്ട്. വലുതും ചെറുതുമായ കുറേ അധികം കീകളുണ്ട് ഇതിനകത്ത്. ഇതുപയോഗിച്ച് നമുക്ക് കമ്പ്യൂട്ടറിന് ആവശ്യമുള്ള വിവരങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. കീബോർഡ് പോലെ തന്നെ നമുക്ക് വളരെ വേണ്ടപ്പെട്ട മറ്റൊരു ഉപകരണമാണ് മൗസ്. എല്ലാവർക്കും മിക്കി മൗസിന് ഇഷ്ടമല്ലേ? എന്താ ഈ മൗസ്? ചുണ്ടലി. അപ്പം നമ്മുടെ കയ്യിലും ഒരു ചുണ്ടലിയുണ്ട്. ഇത് കണ്ടോ? ഈ ഉപകരണമാണ് മൗസ്. ഇത് കണ്ടാൽ ഒരു ചുണ്ടലി മാതിരി ഇരിക്കും. ഈ ചുണ്ടലിക്ക് ഒരു 2 കണ്ണുണ്ട്, ഒരു മൂക്ക് ഇവിടെയുണ്ട്, പിന്നെ ഇതിൻ്റെ വാല് മുമ്പിലാണെന്ന് മാത്രം. അപ്പോൾ ഈ മൗസ് ഉപയോഗിച്ച് കമ്പ്യൂട്ടറിൻ്റെ മോണിറ്ററിൽ നമുക്ക് ആവശ്യമുള്ള പല കളികളും ചിത്രങ്ങളും ഒക്കെ തുറന്നു കാണാൻ സാധിക്കും. അതൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ പിന്നീട് പഠിപ്പിക്കാം. ഇനി പരിചയപ്പെടുക കൂട്ടുകാർക്കെല്ലാം സുപരിചിതമായ മറ്റൊരു ഉപകരണമാണ്. നിങ്ങളൊക്കെ പാട്ട് കേൾക്കാറില്ലേ? എല്ലാവരും കേൾക്കാറുണ്ടോ? ഉണ്ട്. ടേപ്പ് റെക്കോർഡറിലൊക്കെ കാണുന്ന ഒരു ഉപകരണമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. സ്പീക്കേഴ്സ്. ഇവിടെ 2 സ്പീക്കറുകൾ ഇരിപ്പുണ്ട്. കമ്പ്യൂട്ടറിൽ നമ്മൾ പാട്ടുകൾ ഇടുമ്പോൾ അത് കേൾക്കാൻ സാധിക്കുക, സിനിമ ഓടിക്കുമ്പോൾ അതിൻ്റെ ശബ്ദം കേൾക്കാൻ സാധിക്കുക. അതായത് കമ്പ്യൂട്ടറിൻ്റെ എല്ലാ ശബ്ദവും ഈ സ്പീക്കേഴ്സിലൂടെയാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുക. അടുത്തത് നമ്മൾ പരിചയപ്പെടുന്നത് കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്, കമ്പ്യൂട്ടറിൻ്റെ തലച്ചോറ്. വലിയൊരു പെട്ടി ഇവിടെ ഇരിപ്പുണ്ട്. ഇതിൻ്റെ പേരാണ് CPU. എന്താണ് അതിൻ്റെ പൂർണ്ണരൂപം എന്നറിയാമോ? സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. നമുക്കറിയാം, സ്കൂളിലൊക്കെ പോയി നിങ്ങൾ ഒരുപാട് പാഠങ്ങളൊക്കെ പഠിക്കുമ്പം എവിടെയാണ് അതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുക? കൊച്ചു കൂട്ടുകാരുടെ തലച്ചോറിൽ അല്ലേ? അതുപോലെ ഈ കമ്പ്യൂട്ടറിൽ ഒരുപാട് കണക്ക് കൂട്ടലുകളും ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുക CPU-ലാണ്, കമ്പ്യൂട്ടറിൻ്റെ തലച്ചോറിൽ. ഇങ്ങനെ ഈ കമ്പ്യൂട്ടറിൻ്റെ മോണിറ്ററും മൗസും കീബോർഡും CPU-യും ഒക്കെ ചേർന്നാണ് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം രൂപം കൊള്ളുന്നത്. ഇപ്പം നമ്മുടെ കമ്പ്യൂട്ടർ ഇവിടെ ഓൾറെഡി ഓൺ ആയിട്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഈ മോണിറ്ററിലേക്കൊന്ന് നോക്കിക്കേ. കണ്ടോ, ഈ മോണിറ്റർ ഇങ്ങനെ ഓൺ ആയിരിക്കുകയാണ്. ഇതിന് പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ഈ സ്ക്രീനിന് പറയുന്ന പേരാണ് ഡെസ്ക് ടോപ്പ്. എന്താണ്? ഡെസ്ക് ടോപ്പ്. ഈ ഡെസ്ക് ടോപ്പിൽ
നിങ്ങൾക്ക് ഒരുപാട് കൊച്ചു കൊച്ചു ചിത്രങ്ങൾ കാണാൻ സാധിക്കുന്നില്ലേ? ഇതൊരു ചിത്രം, ഇത് വേറൊരു ചിത്രം, ഇത് വേറൊരു ചിത്രം, ഇങ്ങനെ കുറേ ചിത്രങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിനൊക്കെ പറയുക ഐക്കൺ എന്നാണ്. ഓരോരോ ഐക്കണുകൾ. സത്യത്തിൽ ഈ ഐക്കണുകളൊക്കെ ഓരോരോ കൊച്ചു കിളിവാതിലുകളാണ്. ഈ കിളിവാതിലുകൾ തുറന്ന് അകത്ത് ചെന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് പരിപാടികൾ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് പടം വരയ്ക്കാം, കളറടിക്കാം, പാട്ട് കേൾക്കാം, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഈ കിളിവാതിലുകൾ നമ്മൾ തുറന്നകത്ത് ചെല്ലണം. എങ്ങനെ ചെല്ലാൻ സാധിക്കും? ഈ കിളിവാതിലുകൾ തുറക്കാൻ നമ്മളെ സഹായിക്കുന്ന ഉപകരണമാണ് ഈ മൗസ്, നമ്മുടെ പ്രിയപ്പെട്ട ചുണ്ടലി. ഈ മൗസ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ മൗസ് പിടിക്കേണ്ടത് നമ്മുടെ കൈ മുഴുവൻ ഉപയോഗിച്ചാണ്, നമ്മുടെ കൈവെള്ള മുഴുവൻ ഉപയോഗിച്ചാണ് മൗസ് പിടിക്കുക. ഈ മൗസിൽ മുൻപിലായിട്ട് 2 കണ്ണുകളുണ്ട്, അതായത് 2 ബട്ടൺസ്. ഇത് ലെഫ്റ്റ് ബട്ടൺ, ഇത് റൈറ്റ് ബട്ടൺ. ഒന്നുകൂടെ പറയാം, ഇത് ലെഫ്റ്റ് ബട്ടൺ, ഇത് റൈറ്റ് ബട്ടൺ. വളരെ പ്രധാനപ്പെട്ട ബട്ടണുകളാണിവ. അപ്പോൾ മൗസ് നമ്മൾ ഇങ്ങനെ പിടിക്കുന്നു. ഒരു വിരൽ ലെഫ്റ്റ് ബട്ടണിലും മറ്റേ വിരൽ റൈറ്റ് ബട്ടണിലും വെക്കുക. ഇനി നോക്കൂ, നിങ്ങൾ സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കൂ. കണ്ടോ, ഈ മൗസ് ഞാനിങ്ങനെ അനക്കുമ്പോൾ നിങ്ങൾക്കവിടെ എന്തെങ്കിലും കാണാൻ സാധിക്കുന്നുണ്ടോ? ഒരു കൊച്ചു ആരോ മാർക്ക് ഇങ്ങനെ ഓടി നടക്കുന്നത് കണ്ടോ? ഇതാണ് മൗസിന്റെ പോയിന്റർ. സത്യത്തിൽ ഇതൊരു കീ ആണ്. നമ്മുടെ ഈ കൊച്ചു കിളിവാതിലുകളൊക്കെ തുറക്കാനുള്ള ഒരു കീ. എങ്ങനെയാണ് ഈ കീ ഉപയോഗിച്ച് നമ്മുടെ കിളിവാതിലുകൾ തുറക്കുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. ഇവിടെ നോക്കൂ എല്ലാവരും. ഇവിടെ കണ്ടോ ഒരു കൊച്ചു കമ്പ്യൂട്ടർ ഇരിക്കുന്നത്? ഇതാണ് മൈ കമ്പ്യൂട്ടർ, എൻ്റെ സ്വന്തം കമ്പ്യൂട്ടർ. ഈ മോണിറ്ററിൽ ഇരിപ്പുണ്ട്. ഈ കമ്പ്യൂട്ടറിനകത്താണ് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും കിടക്കുക. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. തുറന്നില്ലല്ലോ. വീണ്ടും തുറന്നില്ല. അപ്പൊ ഇങ്ങനെ തുറക്കാൻ സാധിക്കില്ല എന്നർത്ഥം. അപ്പൊ എങ്ങനെ തുറക്കുന്നതെന്ന് അറിയാമോ? നമ്മുടെ ഇപ്പോഴത്തെ വീടിൻ്റെയൊക്കെ പൂട്ട് 2 തവണ തുറന്നാലേ തുറക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ഈ മൗസിൻ്റെ പോയിന്റ് ഇവിടെ കൊണ്ടുവന്ന് വെച്ച ശേഷം 2 തവണ ക്ലിക്ക് ചെയ്യണം. എങ്ങനെയാണ്? ഒരു തവണ ലെഫ്റ്റ് ബട്ടൺ അമർത്തുമ്പോഴാണ് ക്ലിക്ക് എന്ന് പറയുക. ഒരിക്കൽ കൂടി പറയാം. ഒരു തവണ ലെഫ്റ്റ് ബട്ടൺ അമർത്തുമ്പോഴാണ് ക്ലിക്ക് എന്ന് പറയുക. പക്ഷെ ക്ലിക്ക് ചെയ്താൽ പോരാ, ഡബിൾ ക്ലിക്ക്, അതായത് ക്ലിക്ക് ക്ലിക്ക്. ഓക്കെ, ഞാൻ ചെയ്യുന്നത് എല്ലാവരും ശ്രദ്ധിച്ചോണം. കണ്ടോ, ഇതാ നമ്മുടെ എൻ്റെ കമ്പ്യൂട്ടർ തുറന്നു വന്നിരിക്കുകയാണ്. ഇനി ഇതിനകത്തൊക്കെ വീണ്ടും വീണ്ടും പല കിളിവാതിലുകളുമുണ്ട്. ഇത് ഓരോന്നും ഇങ്ങനെ തുറന്ന് ചെല്ലുമ്പോഴാണ് നമുക്ക് ആവശ്യമുള്ള പരിപാടികൾ കാണാനായിട്ട് സാധിക്കുക. അതൊക്കെ ഇനി ഞാൻ അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം, പറഞ്ഞു തരാം. ഇപ്പം ഇനി നമുക്ക് ഈ കിളിവാതിൽ അങ്ങ് അടയ്ക്കാം. അടയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ സ്ക്രീനിൻ്റെ മൂലയിലായിട്ട് ഒരു ഗുണനചിഹ്നം കണ്ടോ? അവിടെ ചെന്നിട്ട് ഒരു ക്ലിക്ക്. എങ്ങനെയാണ്? കൈകൾ ലെഫ്റ്റ് ബട്ടണിൽ പ്രസ് ചെയ്യുക. കിളിവാതിൽ അടഞ്ഞു. ഇങ്ങനെ നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ കിളിവാതിലുകളും തുറക്കാൻ സാധിക്കും. ഇപ്പോൾ എന്തൊക്കെയാണ് ഇന്ന് നമ്മൾ പഠിച്ചത്? കമ്പ്യൂട്ടറിൻ്റെ പാർട്സ് ഒക്കെ പഠിച്ചു. ഈ മൗസ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു തന്നു. ഇനിയും എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഇപ്പം നമുക്ക് സമയമില്ല. അടുത്ത എപ്പിസോഡിൽ അതൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. ബൈ.